സന്ധ്യയുടെ സഹോദരൻ സന്ദീപ് ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു ആംബുലൻസിൽ. ഇങ്ങോട്ട് 5:45 എത്തി അല്ലേ? എത്തിയപ്പോഴുള്ള സന്ധ്യയുടെ അവസ്ഥ സംസാരിക്കുമായിരുന്നല്ലോ അല്ലേ? പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്നേരം വേദന ഉള്ളത് കാരണം മാത്രം സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. സന്ധ്യയോട് എങ്ങനെ നമ്മൾ പറയും എന്നുള്ളൊരു വലിയ സങ്കടത്തിൽ നിൽക്കുകയാണല്ലോ എല്ലാവരും. അതിപ്പോൾ തൽക്കാലം ഞങ്ങൾ നിലവിൽ ഇതുവരെ അറിയിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല. ആദർശിന്റെ ആയാലും 1-ാം ചരമവാർഷികം വരെയായിരുന്നല്ലോ. അതിന്റെ ഒരു ഇതിൽ നിന്നും സന്ധ്യ മുക്തയായിട്ടില്ലായിരുന്നല്ലോ. ഈ മാസം കഴിഞ്ഞ വർഷം തന്നെ ഒരു 29 ആ ഒരു ഡേറ്റ് 29-30 ആ ഒരു കറക്റ്റല്ല ആ ഒരു ഡേറ്റിനാണ് അവൻ മരിച്ചത്. പോയിട്ട് ഒരു വർഷം ഒരു വർഷമായി അത്ര ആയതേ ഉള്ളൂ. മൊത്തം അതിന്റെ ഒരു ആഘാതത്തിൽ നിൽക്കുമ്പോഴാണല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരുന്നതിന്റെ ഒരു സമയത്ത് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒന്നുകൂടെ ചോദിച്ചോളട്ടെ, സന്ദീപ് ഇന്നലെ ബിജുവുമായിട്ട് തൊട്ടടുത്ത ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞത് സന്ദീപിന്റെ വീട്ടിലായിരുന്നോ വന്നത്? അല്ല, എന്ന് വെച്ചാൽ ഇവരുടെ തറവാടുണ്ട്. അതായത് ബിജുന്റെ അനിയന്റെ വീടാണ് തൊട്ടടുത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇവരുടെ സ്വന്തം വീട് തൊട്ടടുത്തായി തന്നെയാണ്. ആ വീട്ടിലോട്ട് വന്ന ശേഷമാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അല്ല, ഈ മണ്ണിടിയുന്നതിന്റെ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇവർക്ക്? മണ്ണിടിയുന്നതിൻ്റെ ആശങ്ക ഉണ്ടായിരുന്നു. ഏകദേശം അടുത്തുള്ളവരൊക്കെ പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ മാറ്റി കുറച്ച് പേരൊക്കെ മാറി താമസിക്കുന്നുണ്ടായിരുന്നതാണ് പറഞ്ഞത്. പിന്നെ അതിന് മുന്നേ ഇടിഞ്ഞ കാരണം അതിൽ ഗതാഗതമൊക്കെ മാറ്റി നിയന്ത്രണം ഉണ്ടായിരുന്നു. വേറെ വഴിക്കൊക്കെ ആയിരുന്നു വിട്ടിരുന്നത്. അതിന് ശേഷം പിന്നീട് മണ്ണിടിയെന്ന് പറഞ്ഞ കാരണം കുറേ പേരൊക്കെ മാറി മാറി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വല്ലതും സന്ദീപിനെ വിളിച്ചിരുന്നോ? ഇല്ല, അതിനും വിളിച്ചിട്ടില്ല. മണ്ണിടിഞ്ഞെന്ന് അറിഞ്ഞപ്പോഴാണോ നിങ്ങളൊക്കെ ഓടി വരുന്നത്? ഞങ്ങൾ മണ്ണിടിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഓടി വരുന്നത്. അന്നേരമാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഈ ഒരു 9-9:30 ആയപ്പോഴാണ് സംഭവിച്ച കാര്യങ്ങൾ. മോളെ ആര്യനെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടോ? നിലവിൽ ഇവിടെ വന്നവരെ അറിയിക്കത്തില്ല. എന്നുവെച്ചാൽ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് നിലവിൽ. അപ്പോൾ ഇവിടെ വന്നവരെ അറിയിക്കാണ്ട് തന്നെ കൊണ്ടുവരാൻ തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, അങ്ങോട്ട് അടിമാലിക്ക് കൊണ്ടുപോകാൻ പോയിട്ടുണ്ട്. കോട്ടയത്തിന് പോയിട്ടുണ്ട്. നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന സ്ഥലത്തോട്ട് ആൾ പോയിട്ടുണ്ട്. ഇവിടെ സന്ധ്യയോടൊപ്പം ആരൊക്കെയാ വന്നിരുന്നത്? ഇവിടെ നിലവിൽ ഞാനുണ്ട്, വൈഫുണ്ട്, അടുത്ത വീട്ടിലൊരു ചേച്ചിയും കൂടെയുണ്ട് നിലവിലുണ്ട്. പിന്നെ ഒരു 2 റിലേറ്റീവ്സ് വന്നേക്കണം. ഇപ്പോൾ അവരും ഉണ്ട്. ബിജു രക്ഷപ്പെട്ടു എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും അല്ലേ സന്ധ്യ ഇരിക്കുക? നിലവിൽ അവളോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ നിലവിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുകയാണെന്നാണ് ഞങ്ങൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അടിമാലി തന്നെ ആശുപത്രിയിൽ ചികിത്സ എടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദീപിനോട് തിരക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ ബിജുവിൻ്റെ കാര്യങ്ങളൊക്കെ? ബിജുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരും വരെ തിരക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ചോദിക്കുന്നുണ്ടായിരുന്നു, ചേട്ടൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, അവിടെ അടുത്ത ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് സമാധാനിപ്പിക്കുന്നത്. ഇപ്പോൾ കാഷ്വാലിറ്റി കയറ്റിയിട്ട് അങ്ങോട്ട് OT-യിലേക്ക് കൊണ്ടുപോയ സമയത്തൊക്കെ സന്ദീപ് കണ്ടിരുന്നല്ലോ. അങ്ങോട്ട് അകത്തോട്ട് കയറ്റിയ ശേഷം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഡോക്ടേഴ്സിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ പറയുന്നത് ശസ്ത്രക്രിയ ആരംഭിച്ചു എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചത്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പറഞ്ഞോ? കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിയില്ല. കാരണം പിന്നെ കാലിൻ്റെ ഞരമ്പിനുള്ള പ്രശ്നമാണ് പറയുന്നത്. അപ്പോൾ അന്നേരം വെച്ചാൽ ഈ നമ്മൾ അവിടുന്ന് അതായത് നമ്മൾ എടുത്തുകൊണ്ട് അതായത് അവിടെ നിന്ന് റിമൂവ് ചെയ്ത്, അതായത് നമ്മൾ വീട്ടിൻ്റെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വരാനുള്ളൊരു താമസം വന്ന കാരണം നമ്മുടെ കാലിന് ബ്ലഡ് പാസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. മുട്ടുകാലിൻ്റെ അവിടെ വെച്ചിട്ട് താഴേക്ക്. അപ്പോൾ പാസ് ചെയ്യാണ്ടിരുന്ന കാരണമുള്ളൊരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാര്യം നോക്കിയിട്ട് ഞങ്ങളൊന്ന് വിളിക്കും, അന്നേരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം പ്ലാസ്റ്റിക് സർജറി നടത്താം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ സന്ധ്യയുടെ വീടിനോട് ചേർന്നാണല്ലോ ബന്ധുക്കളൊക്കെ ഉള്ളത്. സന്ധ്യയുടെയും ബിജുവിൻ്റെയും ബന്ധുക്കളൊക്കെ അടുത്തടുത്തുണ്ടോ എന്ന് ആശ്വാസമേകാനും ചേർത്ത് പിടിക്കാനും ഒക്കെ? ബിജുവിൻ്റെ തറവാട് അടുത്ത് തന്നെയാണുള്ളത്. അവിടെയാണ് അനിയൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇവർ പോയിട്ട് അങ്ങോട്ട് ഇവരുടെ വീട്ടിലോട്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ബിജുവിൻ്റെ വാർത്തയൊക്കെ അപ്പം തന്നെ ഇങ്ങോട്ട് അറിയിച്ചായിരുന്നല്ലോ അല്ലേ ബന്ധുക്കൾ? നിങ്ങൾക്കൊക്കെ അത് ഒരിക്കലും ഞങ്ങൾ പോന്നപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ അതായത് പുറത്തെടുത്ത ശേഷം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അടിമാലി കയറിയ ശേഷം അപ്പോൾ തന്നെ രാജഗിരിക്ക് പോരുമായിരുന്നു. അപ്പോൾ അവിടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ബിജുവിൻ്റെ അവിടെ നിന്ന് വീടിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്ത് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്? പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ അത് ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയായി